എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത് +2 തുല്യതാ കോഴ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാജാക്കന്മാർ, കർഷകർ, നഗരങ്ങൾ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ പറയുന്നത്. അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് മഹാജനപദങ്ങൾ എന്നുള്ള ഭാഗം. BCE 6-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രത്തിൻ്റെ ആദ്യത്തെ രൂപങ്ങളായിരുന്ന മഹാജനപദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായി. 16 മഹാജനപദാസാണ് നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു മാപ്പിൻ്റെ ഇടയിൽ നമുക്ക് 16 മഹാജനപദാസിൻ്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മഹാജനപദാസാണ് നമ്മുടെ മഗധ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മഹാജനപദാസിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂരിഭാഗം മഹാജനപദങ്ങളും ഭരിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? രാജാക്കന്മാരായിരുന്നു. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ രാജഭരണങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഭൂരിഭാഗം ഈ 16 മഹാജനപദാസിൽ ഒരു ഭൂരിഭാഗം ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരാണ്. ചില മഹാജനപദങ്ങളിൽ സംഘം അല്ലെങ്കിൽ ഗണം എന്നുള്ള ഭരണമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചിലതിൽ മാത്രം സംഘം അല്ലെങ്കിൽ സംഘ അല്ലെങ്കിൽ ഗണ എന്നുള്ള ഒരു ഭരണമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ജനപദങ്ങൾക്ക്, അതായത് ഈ മഹാജനപദങ്ങൾക്ക് ഒരു തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു. നമ്മുടെ ക്യാപിറ്റൽ നമുക്കുള്ളതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലും അവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു തലസ്ഥാന നഗരി ഉണ്ടായിരുന്നു. അത് അവർ കോട്ട കെട്ടിയിട്ടാണ് സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ അവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, സൈന്യം സ്ഥിരമായിട്ടുണ്ടായിരുന്നു. കാരണം മറ്റുള്ള ആൾക്കാരുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സൈന്യങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇനിയാണ് ധർമ്മസൂത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ ധർമ്മസൂത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപുസ്തകം പോലെയായിരുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ. അതായത് 6-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഇതും എഴുതിയിട്ടുള്ളത്. ഇത് എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണരാണ് കേട്ടോ. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ തന്നെ രചിക്കപ്പെട്ടതാണ് ഇത്, ഈ ഒരു ധർമ്മസൂത്രങ്ങൾ. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏതെന്ന് പറയണത്? ധർമ്മസൂത്രാസ് എന്ന് പറയണത്. രാജാക്കന്മാരെ ക്ഷത്രിയരായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്. ക്ഷത്രിയരായിട്ടാണ് രാജാക്കന്മാരെ പരിഗണിച്ചത്. കർഷകർ, കരകൗശല തൊഴിലാളികൾ, വ്യാപാരികൾ, ഇവരിൽ നിന്നൊക്കെ നികുതി പിരിക്കാൻ രാജാക്കന്മാരോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ധർമ്മസൂത്രാസ്. ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? ബ്രാഹ്മൺസ് ആണ് 6-ാം നൂറ്റാണ്ടിൽ. ഇനി പറയുന്നത് മഗധയുടെ വളർച്ചയാണ്. മഗധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മഹാജനപദങ്ങളിൽ ഒന്നാണ് മഗധ. അപ്പോൾ ഇന്നത്തെ ബീഹാർ ഉൾപ്പെടുന്ന പ്രദേശമാണ് കേട്ടോ മഗധ എന്ന് പറയുന്നത്. ഇന്നത്തെ ബീഹാർ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇത് മഗധ. മഗധയുടെ വളർച്ചയ്ക്ക് പിന്നിൽ നിരവധി ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മഗധ എന്ന് പറയുന്ന പ്രദേശത്തിലെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് കാർഷികപരമായിട്ടുള്ള പുരോഗതിയെ സഹായിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ആൻസർ എന്താണ്? ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് കാർഷിക പുരോഗതിയെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പ് അയിരുകളുടെ ലഭ്യത, ഇരുമ്പിൻ്റെ ആയുധങ്ങൾ, ഇരുമ്പിൻ്റെ ഉപകരണങ്ങൾ, ഇതൊക്കെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് വളരെ സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മഗധയുടെ ഒരു ഉയർച്ചയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ യുദ്ധങ്ങളിലൊക്കെ മേധാവിത്വം നൽകാൻ വേണ്ടിയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ആനകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ അവിടെ മേധാവിത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ആനകളുടെ ലഭ്യത മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഗംഗയും അതേപോലെ തന്നെ ഗംഗേൻ്റെ കൂടെയുള്ള ഒരുപാട് കൈവഴികളായിട്ടുള്ള നദികളുണ്ട്. അതൊക്കെ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പ് വരുത്തുകയാണ് ഈ മഗധയുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ശക്തരായിട്ടുള്ള അജാതശത്രു, അതുപോലെ തന്നെ മഹാപത്മനന്ദൻ, ഇവരുടെയൊക്കെ ഈ ഭരണാധികാരികളുടെയൊക്കെ ഒരു വളർച്ച, അതായത് ഇവരുടെ ഈ ഒരു ഭരണം മഗധയെ ശക്തമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തിട്ടുള്ളതാണ്. ആരൊക്കെയാണ്? അജാതശത്രു ഉണ്ട്, അതുപോലെ തന്നെ മഹാപത്മനന്ദൻ. മഗധയുടെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു കേട്ടോ രാജഗൃഹം. അപ്പം മഗധയുടെ ആദ്യത്തെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? രാജഗൃഹം. രണ്ടാമത്തത് പിന്നീട് ഈ ആദ്യത്തേന്ന് രണ്ടാമത്തേലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പാടലീപുത്ര കേട്ടോ. ഏതാണ്? പാടലീപുത്രം. ഇത് രണ്ടും തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ ആദ്യത്തെ തലസ്ഥാന രാജഗൃഹം, രണ്ടാമത്തത് പാടലീപുത്രം. അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ മഗധയുടെ ഉയർച്ചയ്ക്ക് കാരണമായത്.
അവർക്ക് യുദ്ധത്തിൽ മുന്നോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ആയുധങ്ങളുണ്ട്, ആനകളുണ്ട്. പിന്നെ അവരുടെ കാർഷിക പുരോഗതിയെ കാണിക്കാൻ വേണ്ടി ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കച്ചവടത്തിനോ അല്ലെങ്കിൽ അങ്ങോട്ട് യാത്ര ചെയ്യാനുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നദികളുണ്ടായിരുന്നു. പിന്നെ ഭരണാധികാരികൾ ശക്തരായിട്ടുള്ള അജാതശത്രു, മഹാപത്മനന്ദൻ ഇവരുടെ ഒരു വളർച്ചയും മഗധയെ ശക്തമായിട്ടുള്ള മഹാജനപദമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മഗധയുടെ ടോട്ടലി ഉള്ള ഒരു ഉയർച്ച എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ മഹാജനപദാസ് എന്തൊക്കെയാണെന്ന് നോക്കി, ധർമ്മസൂത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി, പിന്നീട് നമ്മൾ മഗധയുടെ ഉയർച്ചയും നോക്കി. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.